2008 തൊട്ട് ഡ്രാഫ്റ്റും മറ്റേ ലീഗും കളിക്കുന്ന സമയം തൊട്ടേ ഇതിൻ്റെ പുറകെ ആ സമയത്ത് തൊട്ട് കാണുന്ന ഗെയിമും സ്റ്റേഡിയവും ഫുട്ബോൾ ക്രേസും. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ മാഞ്ചസ്റ്ററിന് പോവാണ്. സോ ട്രെയിൻ ഈസ് കമ്മിങ്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി ഗായ്സ്. അപ്പോൾ ഇപ്പോൾ ഈ ട്രെയിൻ ഗോയിങ് ടു പാഡിംഗ്ടൺ. നിങ്ങൾ കണ്ട പോലെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഐ എം ഗോയിങ് വിത്ത് മൈ ഫ്രണ്ട് കെൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ പാഡിംഗ്ടൺ ചെല്ലും. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറി ഫ്രഞ്ച്ലി റോഡ് 1 or 2 ട്രെയിൻ കാരണം ടു ഫ്രഞ്ച്ലി റോഡ് നമ്മുടെ ഇന്നത്തെ ബസ് അവിടുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കോച്ചിനാണ് മാഞ്ചസ്റ്ററിൽ പോകുന്നത്. അപ്പോൾ he will be joining with me. This is a Great Western Railway service to... So he will be joining with me from Finchley Road. അപ്പോൾ ബസ് 7 മണിക്കാണ്. സോ അറിയണ്ട, നമ്മളിപ്പം എനിവേസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം ടൂറാണ്. നമ്മൾ സ്റ്റേഡിയം എല്ലാം കാണുന്നു, ഒന്ന് ചില്ല് ചെയ്യുന്നു, 1-2 ഫ്രണ്ട്സിനെ കാണുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. ഗൈസ്, ആളൊഴിഞ്ഞ പാടിയിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആരും തന്നെ ഇല്ല, കാലിടിച്ചടങ്ങ്. സാധാരണ ഇവിടെ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്, ആരുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ ഫ്ലിക്സ് ബസ്. അപ്പോൾ ഇതിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഓൺ ബോർഡ് ചെയ്യുവാണ് ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റേഷൻ. അപ്പോൾ 4 long hours 2 പേരുടെ നടുവൊടിഞ്ഞു. എന്നെ നോക്കിയോളൂ. ഹായ്. അപ്പം നടുവൊടിഞ്ഞു. ഇനിയൊന്ന് സ്ട്രെച്ച് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഓൾഡ് ട്രാഫോർഡ്. നല്ല ചായ കുടിക്കാൻ നീ UK വരേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ മലയാളീസ് കടകളൊക്കെ ഉണ്ട്, തപ്പിപ്പിടിക്കണം. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി സ്റ്റേഡിയം ആയതുകൊണ്ട് വി വിൽ ഡു ഇറ്റ് ആഫ്റ്റർ ദാറ്റ്. ഗായ്സ്, അപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒരു പബ്ബിൽ. ക്വൈറ്റ് കോസി പബ്, നൈസാണ്. ഒരു ഓൾഡ് സെറ്റപ്പിലുള്ളത്, റൈറ്റ് ഇൻ ദ സെൻറ്റർ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നോർത്ത് വെയിറ്റ് ചെയ്യണം ഗൈസ്. സോ കഴിച്ചിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇനി നമ്മൾ വി ആർ ഡിഗിങ് ഇൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന കെൻ. ട്രഫോർഡ് കാണുന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ്. അയ്യോ, കളി കാണുന്നുണ്ട്, നീ കാര്യല്ലടാ. എനിവേസ്, നമ്മൾ കഴിച്ചിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാണ് ഗൈസ്. ChatGPT ചേച്ചിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അടുത്ത എങ്ങോട്ടാ. മാഞ്ചസ്റ്റർ നഗരവീതിയിലൂടെ നിങ്ങൾ ഉലാത്തുകയാണ്. നമ്മൾ ഉലാത്തി കത്തീഡ്രലിലോട്ട് എത്തുന്നതായിരിക്കും. അയ്യോ, മഴ പെയ്തു. ഓ നോ ഗൈസ്, മഴ പെയ്തു ഗൈസ്. ഓ ഷിറ്റ്. ഓ ഗൈസ്, മഴയായിപ്പോയി ഗൈസ്. പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇനിയും സ്റ്റേഡിയത്തിലോട്ട് പോകണം ഗൈസ്. സ്റ്റേഡിയം അല്ലല്ലോ, കത്തീഡ്രൽ അല്ലേ? ചീഞ്ഞ മഴയായതുകൊണ്ട് ഇവിടെ എടുക്കേണ്ട വന്നു ഗൈസ്. അപ്പോൾ ഇതാണ് മാഞ്ചസ്റ്റർ കത്തീഡ്രൽ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കയറാൻ പറ്റുമോ? ഓ, വെൽക്കം ആയി. സോറി, ക്ലോസ്. നമുക്കെന്നാ ഓടി കയറിയിട്ട് വരാം. ചോദിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളിതിൻ്റെ ആക്ച്വൽ എൻട്രൻസ് തപ്പി നടക്കുകയാണ്. ഇവിടെ വേറെ എന്തോ ഇവൻ്റ് നടക്കുകയാണ് ഗൈസ്. അതെ,
വെരി ഓൾഡ് പബ്ബുണ്ട് ഇവിടെ. അതെ, ഈ നമ്മുടെ യോർക്കിലെ ഷാമ്പിൾസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, സ്ഥലമുണ്ട്. അത് ഇതുപോലെ മാർക്കറ്റ് പ്ലേസ് പോലെ ഇതിൻ്റെ ഇങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ് ഷാമ്പിൾസ്. അപ്പം കാത്തീഡ്രലിൽ അൺഫോർച്ചുനേറ്റ്ലി പകുതി ഭാഗം ടേക്കൺ ഫോർ സം അതർ ഇവൻറ്റ്. അപ്പോൾ നമ്മളുള്ള ഭാഗം കണ്ടുവച്ച് നമ്മളിനിയും ട്രാം എടുക്കാൻ പോവാണ് ടു ഓൾഡ് ട്രാഫോർഡ്. ഇനി ട്രാം എവിടെയാണാവും? കാത്തീഡ്രലിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾക്ക് കയറാൻ അനുവദിച്ചുള്ളൂ. സം കൈൻഡ് ഓഫ് ചാരിറ്റി ഇവൻറ്റ് ഹാപ്പനിങ് അറ്റ് ദ ഫ്രണ്ട്. സോ ഉള്ളതും കൊണ്ട് ഓണം പോലെ നമ്മളിനിയും ഫുട്ബോൾ മ്യൂസിയം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അവിടെ ഒന്ന് ഓടിച്ചു വിട്ട് പോയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. നമ്മൾ സ്റ്റേഡിയത്തിൽ കയറിയില്ല, സ്റ്റേഡിയത്തിലല്ല മ്യൂസിയത്തിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇനിയും ട്രാമിന് പോവാണ്. എവിടെ വല്ലതും മേടിക്കാൻ? ഒന്നും മേടിക്കാനില്ല, ട്രാം കയറുമല്ലേ? ഓൾറൈറ്റ്. ഓടിക്കോ. ഓ ഗൈസ്, ഇതിന്റെ എക്സ്പേർട്ട് നാവിഗേഷനിൽ സോറയൊക്കെ പറഞ്ഞു നമ്മൾ ട്രെയിൻ സ്റ്റോപ്പ് എല്ലാം മിസ്സായി പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ 20 മിനിറ്റ്സ് നടക്കണമെന്നാണ് പറയുന്നത്. കെന്നിന് നടക്കണ്ടാത്തതുകൊണ്ട് നമ്മൾ ബസ് നോക്കും. ബസ് കിട്ടിയില്ല, സോറി ഗൈസ്, നമ്മൾ മാഞ്ചസ്റ്ററിലല്ലല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം കണ്ടിരിക്കുന്നു ഗൈസ്. ഇനി അവിടെ നടന്നെത്തണം, വഴിയൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയത്തിലെത്തി. സ്റ്റേഡിയം ലക്ഷ്യം വെച്ച് നടക്കുന്ന കെൻ. അയ്യോ, അല്ലേലും എത്തിയിട്ടുണ്ടേ. ക്രോസ് ചെയ്യാം. നമ്മളെത്തി ഗൈസ്. ഐക്കോണിക് 3 സ്റ്റാച്യുവിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. മ്യൂണിച്ച് ക്ലോക്ക് കാണാം. സോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സമയം 1:40 ആൻഡ് വി ഹാവ് 45 മിനിറ്റ്സ് മോർ. സോ നമുക്ക് ക്രോസ് ചെയ്യാം. വേഗം. ഞങ്ങളുടെ ഫെല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനായ സ്റ്റീഫനെ വിളിക്കാനുള്ള ശ്രമത്തിലാണ്. സ്റ്റീഫ, പക്ഷേ എന്നെ എന്ത് തോന്നുന്നു? അതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007-2008 തൊട്ട് ഡ്രാഫ്റ്റും മറ്റേ ലീഗും കളിക്കുന്ന സമയം തൊട്ടേ ഇതിൻ്റെ പുറകെയായത്. ആ സമയത്തൊട്ട് കാണുന്ന ഗെയിമും സ്റ്റേഡിയവും ഫുട്ബോൾ ക്രേസും. ഫൈനലി വി ഹാവ് മേഡ് ഇറ്റ്. ബാക്കിയുള്ളവന്മാരും കൂടെ വേഗം വരിക. ഇത് ഇനി സൂൺ പൊളിച്ച് കളയുന്നതിന് മുന്നേ എല്ലാവരും വന്ന് കണ്ടേച്ച് അല്ലേ. ഓൾഡ് ട്രാഫോർഡ് പബ് അങ്ങോട്ട് ആ ഡയറക്ഷന് തോന്നുന്നു. സോ ബോയ്സ്,
This is the motivation for you guys. ജീവിതത്തിൽ എന്തും നമ്മൾ ആഗ്രഹിക്കുന്നത് കഠിന പ്രവർത്തനവും ഒരു കോർപ്പറേറ്റ് കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് എത്താവുന്നതാണ്. ലോ എന്തെന്നാ മറ്റേ പുള്ളി പറഞ്ഞ നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അതെ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഗെയിം കാണാതെ സ്റ്റേഡിയം കാണാൻ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല, വിച്ച് ഈസ് ഗുഡ്. അതുകൊണ്ട് 1-2 ഫോട്ടോ എടുക്കാൻ പറ്റി. ട്രിനിറ്റി, ദ യുണൈറ്റഡ് ട്രിനിറ്റി. ഇനിയും സ്റ്റേഡിയം ടൂറിൻ്റെ ടൈം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിനാണ് അടുത്ത പരിപാടി. ഫേമസ് മ്യൂണിച്ച് ക്ലോക്ക് in memory of players who lost their life in Munich air disaster. സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ വിജൃംഭിച്ച് നിൽക്കുന്ന കെൻ മോഹൻ. എന്താണ് മോഹൻ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. റഷ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ നമ്മുടെ മ്യൂസിയം ആൻഡ് ടൂർ സെൻറ്റർ ഇവിടാണ്. നമ്മുടെ ഇന്നത്തെ ടൂർ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് സർ അലക്സ് ഫെർഗുസൺ സ്റ്റാൻഡ്. നമുക്കറിയാലോ. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് ലാനിയഡ് കിട്ടി. ഇനി നമ്മൾ മ്യൂസിയം ടൂറിലോട്ട് പോകണം. ലെവൽ 3. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗോസിൻ്റെ ട്രാൻസിഷൻസ് ആണ് തോന്നുന്നത്. ക്രസ്റ്റ്. അപ്പോൾ ഇതാണ് ഗൈസ് മ്യൂസിയം. പഴയ വിൻറ്റേജ് ജേഴ്സി, തൊപ്പി, ഇംഗ്ലണ്ടിൻ്റെ തൊപ്പിയൊക്കെയാണെന്ന് തോന്നുന്നു. Cup final. ലാസ്റ്റ് പ്രീമിയർഷിപ്പിൻ്റെ ചാമ്പ്യനാണെന്ന് തോന്നുന്നത്. ലാസ്റ്റ് കപ്പ് ബിഫോർ ഫെർഗസൺ റിട്ടയേഴ്സ്. Teddy Sheringham, Odegaard Solskjaer, Scorsese, Forlan, Shinji Kagawa, Edwin van der Sar, Mero Depay, Bobby Charlton, 758. Josh Stensler. Roy Keane. Capitan. Eric Cantona. Steve Bruce.
Michael. Golden goal. The legend. Tottenham FC Barcelona. The major finals in the crest and the flag. AS Roma, Real Madrid. Blackburn Rovers. ക്രിസ്ത്യാനോയെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരാളെത്തിരിക്കുകയാണ്. ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് നമുക്ക് തകർക്കണം. റെഡി സെറ്റ് ഗോ. ഓ നിയർലി. Stratford End. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ദ സ്റ്റേഡിയം എത്തി. അപ്പോൾ ഇവിടെ എവേ ടീം സപ്പോർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണത്. Towards the far right. On the match day. So this is the players. Shake hands before the game kicks off. Now under the roof there, the two big windows with the great surrounds. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോം ടീമിൻ്റെ സീറ്റിലിരിക്കാൻ പോണ്. അമുറിയും ഇവിടാണോ ഇരിക്കുന്നതെന്ന് അറിയില്ല. അമുറിയും ഇരിക്കുന്നിടത്താണോ ഇരിക്കുന്നത്? ഒരു ബോട്ടിൽ പാലിരുന്ന് പിടിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് ടണൽ. അതെ, ഓൾഡ് ടണൽ. OT 100 years of Stratford. Feel free to carry on taking your photograph. I'll tell you about. ഇവിടെയാണ് ഗൈസ് സർ അലക്സ് ഫെർഗുസൺ കളി കാണും. ഇതാണ് ഗൈസ്. ഇവിടെയാണ് ജോസെ മൊറീനോ ഇങ്ങനെ കാണിച്ചത്. റെസ്പെക്ട്. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേഡിയം എല്ലാം കണ്ടു, മ്യൂസിയം എല്ലാം കണ്ടു, അമൊറിമിനെ കണ്ടു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ഇവൻറ്റ്ഫുൾ ഡേ കഴിഞ്ഞു. ഇനിയും നമ്മൾ ഒരു ചെറിയ പബ് ഹോബി. അത് കഴിഞ്ഞ് ഒരു പബ്ബ് ഇരുന്ന് ഹോപ്പ് ചെയ്തു. റോവർ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടോടെ വരുന്നുണ്ട്. അവനെയും കൂടെ മീറ്റപ്പ് ചെയ്ത് we'll be going back to London today night. യെസ്, ഞങ്ങൾ ലണ്ടനിൽ പോയിട്ട് ഞങ്ങൾ പാടിയാണ്. പാടി കാണുന്നുണ്ടെങ്കിൽ പാടി ഹാടാ. അതെ, അനു കാണുന്നുണ്ടെങ്കിലും അത് തന്നെ. ഗൈസ്, ഇത് നമ്മുടെ ഒഫീഷ്യൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ് എന്ന് വേണം പറയാം. ക്ലബിൻ്റെ പബ് എന്ന് വേണം പറയാം. ഒഫീഷ്യലല്ല, പക്ഷേ ഇത് ട്രഫോർഡ് എന്ന് പറഞ്ഞ പബ്ബാണിത്. ഇവിടെയാണ് യൂഷ്വലി കളിയുടെ സമയത്ത്
ഹാർഡ് കോർ ഫാൻസ് എല്ലാം കൂടെ വന്ന് ഗ്രൂപ്പ് ചെയ്ത് മദ്യപാനും പുകവലിയായിട്ട് കൂടുന്ന സ്ഥലം. എവേ ഫാൻസ് ആണെന്ന് തോന്നുന്നു കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചിട്ടുണ്ട്. സോ പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ് അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് യാ, ദിസ് ഈസ് ദ പബ് ഗൈസ്. അങ്ങനെ നമ്മൾ തേടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ മറ്റേ ഫ്രണ്ടിനെയും കൂടെ ഞങ്ങൾ കൂട്ടി പബ്ബിങ്ങിന് പോവാണ് ഗൈസ്. വല്ലാത്തൊരു ഹായ് ആയിപ്പോയല്ലോ. അത് നിന്റെ മോന്ത കാണിക്കുമ്പോഴേ അപ്പോൾ നമ്മളൊരു കൂൾ പബ്ബ് തപ്പി നടക്കുകയാണ്. അടുത്ത ലക്ഷ്യം പബ്. ഓ ഗൈസ്, കെന്നിന്റെ ശിക്ഷണത്തിൽ ഞങ്ങൾ ഡയറക്ഷനിൽ നോക്കി പോവുകയാണ്. തെറ്റുമോന്നറിയില്ല. ലക്ഷ്യബോധമുള്ള മനുഷ്യനാണോ നീ? ആണോ? ചെന്നാ പറയാം, ചെന്നെന്ന് പറയാം ഗൈസ്. മാഞ്ചസ്റ്റർ ടൗൺ ആണെന്ന് തോന്നുന്നു. ഇതാണ് ദ ഗേ വില്ലേജ് സ്ട്രീറ്റ്. നൈസ്. ഗേ വില്ലേജ് എന്ന് പറയും, മാഞ്ചസ്റ്റേഴ്സ് ഗേ വില്ലേജ്. കൂൾ. അതൊക്കെ എടുക്കതിനകത്ത് കെന്നെ അങ്ങോട്ട് പോ. കെന്നെ നീ അങ്ങോട്ട് പോ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ട്രംപിന്റെ വ്യൂ പോയിന്റ്സ് ഉള്ള ആളാണ്. അത്യാവശ്യം കാലിന് ഭയങ്കര വേദന. ഒന്നോ ഇതാണോ പേരെന്താ സ്ഥലത്തിന്റെ? എവിടാണ് റിവർ? ഞാൻ റിവർ കണ്ടില്ലല്ലോ. നമ്മളിപ്പോ ക്രോസ് ചെയ്യും. ആണോ? ക്രോസ് ചെയ്യുന്നതിന് കാണിച്ചു. വെള്ളം കണ്ടാൽ പോയി. ഓ ഗൈസ്, അവിടെ റിവർ ഉണ്ട് ഗൈസ്. കെൻ പറഞ്ഞത് സത്യമാ. വാ തുറന്ന സത്യം മാത്രം ബോധിപ്പിക്കും. വിവരമുള്ളവൻ ഞാൻ മാത്രം. അയ്യോ, ഭയങ്കര വിവരമായിട്ട് ഞാൻ നിന്നെ മാഞ്ചസ്റ്ററിൽ കൊണ്ടെത്തിച്ചു. വിവരം ഒഴുകുവാണ് അങ്ങോട്ടാ. ഗൈസ്, അപ്പം നമ്മൾ പബ്ബിൽ കയറാണ് ഗൈസ്. ഇതല്ല എൻട്രൻസ് ഗൈസ്. അപ്പം നമ്മൾ ലണ്ടൻ യൂസ്റ്റൺ പോകാൻ വേണ്ടി പിക്കാഡലിൽ നിൽക്കുന്നു. നമ്മൾ ട്രെയിനിൻ്റെ ടൈം എത്താൻ ഇനിയും 20 minutes ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. In the meantime, എന്താണ് നമ്മൾ വായി നോക്കുന്ന ഇംഗ്ലീഷ് എന്താ എനിക്കറിയില്ല. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ മൗത്ത് വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ പറയരുത്. അതല്ലേ. അപ്പൊ ഓക്കെ ബ്രോ, അപ്പൊ കാണാം. Until next time. ഓക്കെ. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ട്രെയിൻ കയറുന്നു ഗൈസ്. ആണോ? അവന്തി ഈസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ഗൈസ്. നമ്മുടെ പാഡിംഗ്ടൺ പോലെ ഇരിക്കും, ബട്ട് എ ലിറ്റിൽ ബിറ്റ് ബിഗർ. അവിടെ അങ്ങ് പറയില്ല. ടൈമുണ്ട്. ഉറങ്ങി വലിച്ചു പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്ററും എല്ലാം കഴിഞ്ഞ് ഹ്യൂസ്റ്റണും കഴിഞ്ഞ് തിരിച്ച് സ്റ്റേയുടെ പ്ലേസിലോട്ട് പോവാണ്. കെന്നിൻ്റെ പ്ലേസ് ഇവിടെ സിങ്ക്ലാൻഡിലാണ്. അപ്പോൾ അവിടെയാണ് സ്റ്റേ. സോ വീണ്ടും ഒരു പരിപാടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.